എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലാറ്ററൽ എൻട്രി വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്കുള്ള കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കും. അപ്പോൾ പോളിടെക്നിക് ഡിപ്ലോമ ലാറ്ററൽ എൻട്രി വിഭാഗത്തിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യേണ്ട നിർബന്ധമാണ്. കൗൺസിലിംഗിൽ പങ്കെടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതായത് കൗൺസിലിംഗിൽ പങ്കെടുത്ത് നിങ്ങളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നൽകുന്ന ഇന്ന സീറ്റുകൾ വേക്കൻസി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് പഠിക്കാൻ താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് നൽകുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കൗൺസിലിംഗിൽ പങ്കെടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ലാറ്ററൽ എൻട്രി വിഭാഗത്തിലേക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഷെഡ്യൂളൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 16, 17 തീയതികളായിട്ടാണ് പല പോളിടെക്നിക് കോളേജിലും കൗൺസിലിംഗ് നടക്കുന്നത്. അതുപോലെ തന്നെ 16 മുതൽ 19 വരെയാണ് കൗൺസിലിംഗിൻ്റെ ഡേറ്റ് എങ്കിലും പല കോളേജിലും ഏകദേശം നേരത്തെ തന്നെ കൗൺസിലിംഗുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊക്കെ ജില്ലകളിൽ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് ആ ഒരു ജില്ലകളിലേക്ക് ഷെഡ്യൂൾ നോക്കിയിട്ട് ഏതൊക്കെ ദിവസമാണ് കൗൺസിലിംഗ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു സംശയമായിരുന്നു, സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വാങ്ങിച്ചാൽ തിരിച്ചു തരുമോ എന്നുള്ളത്. സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസ്റ്റാറ്റുകൾ നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ, അതായത് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്, ഇതിൽ എങ്ങനെയാണ് പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം താഴെ ലാറ്ററൽ സെക്കൻഡ് ഇയർ അഡ്മിഷൻ ത്രൂ ലാറ്ററൽ എൻട്രി 2026-27 എന്നുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കും. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നിങ്ങൾക്ക് ചെക്ക് യുവർ റാങ്കിൽ ലിങ്കിലുണ്ട്. അപ്പോൾ ആ ഒരു റാങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ, മൊബൈൽ നമ്പർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് നിങ്ങൾ ഏത് പോളിടെക്നിക് കോളേജിലെ കൗൺസിലിംഗിലാണ് പങ്കെടുക്കുന്നത് അതിനനുസരിച്ച് ആ ഒരു പോളിടെക്നിക് കോളേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എനിക്കിഷ്ടമുള്ള, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പോളിടെക്നിക് കോളേജ് വേണമെങ്കിൽ ഇതേ രീതിയിൽ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ രജിസ്ട്രേഷൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മറ്റ് ജില്ലകളിലെ കൗൺസിലിംഗിലും രജിസ്ട്രേഷൻ, മറ്റ് ജില്ലയിലെ പോളിടെക്നിക് കോളേജിൽ കൂടി, മറ്റ് ജില്ലയിലെ നോഡൽ പോളിടെക്നിക് കോളേജിൽ കൂടി ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അടുത്ത പോളിടെക്നിക് കോളേജ് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ആവശ്യമുള്ള നോഡൽ പോളിടെക്നിക് കോളേജിലേക്ക് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഓരോ ജില്ലയിലും ഓരോ നോഡൽ പോളിടെക്നിക് കോളേജാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ 14 ജില്ലകളിൽ 14 നോഡൽ പോളിടെക്നിക് കോളേജുകളാണ് ഉണ്ടായിരിക്കുക. ഇനി വിദ്യാർത്ഥികൾ ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം പ്രിന്റ് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ സ്ലിപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ, മൊബൈൽ നമ്പർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൊടുത്ത് നോഡൽ പോളിടെക്നിക് കോളേജ് എന്നുള്ളതിൽ നിങ്ങൾ നേരത്തെ ഏത് നോഡൽ പോളിടെക്നിക് കോളേജായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു നോഡൽ പോളിടെക്നിക്കുകൾ 1 by 1 ആയിട്ട് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കൗൺസിലിംഗ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാ ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിലും ഏതൊക്കെ നോഡൽ പോളിടെക്നിക് കോളേജിലേക്ക് നിങ്ങൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കൗൺസിലിംഗിൻ്റെ ഷെഡ്യൂൾ എപ്പോഴാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 15-ാം തീയതി, അതായത് ഇന്നാണ്. അപ്പോൾ ഇതിനുശേഷം ജൂൺ 15-ന് ശേഷം പിന്നീട് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ് തന്നെയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും കൗൺസിലിംഗ് നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും പങ്കെടുക്കുന്നില്ലെങ്കിലും നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കുക. കാരണം 15-ാം തീയതിക്ക് ശേഷം പിന്നീട് നിങ്ങൾക്ക് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല, നിങ്ങൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഇതേപോലെ പല ഈ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിലെയും കൗൺസിലിംഗ് വന്നിട്ടുണ്ടാകും. എന്നാൽ ചില നോഡൽ പോളിടെക്നിക് കോളേജിൻ്റെ കൗൺസിലിംഗ് ഇതേപോലെ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നാളെയോടെ വരുന്നതായിരിക്കും, നാളെയല്ല ഇന്ന് ഉച്ചയോടെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അതിന് നേരെയുള്ള ഡൗൺലോഡ് ബട്ടൺ കാണാം. അതായത് താഴോട്ടേക്കുള്ള ഒരു ഏറോ സിമ്പൽ ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ഡൗൺലോഡ്, അതായത് ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്കാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഷെഡ്യൂൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇതേപോലെ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അതായത് ഇതിൽ പങ്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ എന്ന് പറയുന്നത് ഒന്ന് SSLC അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ KGCE, അതല്ലെങ്കിൽ അതായത് SSLC അല്ലെങ്കിൽ
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് SSLC സർട്ടിഫിക്കറ്റ് അതുകൂടാതെ തന്നെ ITI അല്ലെങ്കിൽ KGCE അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ VHS എന്നിവയുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റുകളും സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് ഒറിജിനൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ മാർക്ക് ലിസ്റ്റുകൾ മതിയാകും. അതുപോലെ തന്നെ നിങ്ങളുടെ TC വേണം, സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വരുമാനം എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ പ്രത്യേക കോട്ടയോ റിസർവേഷനോ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡിൻ്റെ കോപ്പി എന്നിവയാണ് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാനായിട്ട് വേണ്ടത്. അതുപോലെ വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൂടി എടുക്കുക. അതുപോലെ നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ സ്ലിപ്പ് എന്നിവ കൂടി വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും ആ ഒരു കൗൺസിലിംഗിൽ കൃത്യമായിട്ട് ഇതുപോലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. 2026-27 അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ ലാറ്ററൽ എൻട്രി പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും കോട്ടയം ജില്ലയിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവരുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് കോട്ടയം ജില്ലയിലെ എല്ലാ ഗവൺമെൻറ് IHRD സ്വാശ്രയ പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ജില്ലാതല കൗൺസിലിംഗും അഡ്മിഷനും 2026 ജൂൺ 16 താഴെ കാണുന്ന സമയക്രമം അനുസരിച്ച് ജില്ലയിലെ നോഡൽ പോളിടെക്നിക്കായ കോട്ടയം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തപ്പെടുന്നു. അപേക്ഷകർ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും പ്രോസ്പെക്ടസിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഫീസും QR കോഡ് വഴി, അതായത് ഗൂഗിൾ പേ വഴിയായിരിക്കും, അതും PT ഫണ്ട് പണമായിട്ടും യൂണിഫോം ഫീസും പണമായിട്ട് സഹിതം രക്ഷിതാവിനോടൊപ്പം കൃത്യസമയത്ത് ഹാജരാവേണ്ടതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇതേപോലെയാണ് ഷെഡ്യൂൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഏത് ദിവസമാണ് അവിടുത്തെ ഷെഡ്യൂൾ, അതായത് ഏത് ദിവസമാണ് നടക്കുന്നത്. ഇത് നാളെയാണ് ഈ ഒരു കോളേജിലെ, അതായത് ഈ നോഡൽ പോളിടെക്നിക് കോളേജിൽ കൗൺസിലിംഗ് നടക്കുന്നത്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഏത് ടൈം മുതൽ ഏത് ടൈം വരെയാണ് നിങ്ങൾ അവിടെ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന ഡേറ്റ് ആ ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ടൈമിങ്ങിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടവരുടെ റാങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്റ്റേറ്റ് പോളിടെക്നിക് റാങ്ക്, അതായത് 1 മുതൽ 500 വരെയുള്ളവർ 8 മണി മുതൽ 8:30 വരെ, 501 മുതൽ 2000 വരെ, 9 മണി മുതൽ 10 മണി വരെ. ഇത് +2 or VHSC ആപ്ലിക്കേഷൻ നൽകിയവരുടേതാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നോക്കുക, എന്താണ് അതിന് ഒരു അപ്ലിക്കൻറ്റിൻ്റെ ആ ഒരു യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു യോഗ്യതയുള്ളവർ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ ആ ഒരു ദിവസം രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 5236 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ റാങ്ക് ഇതാണെങ്കിൽ ഞാൻ +2 ആയതുകൊണ്ട് ഞാൻ നോക്കേണ്ടത്, ഇത് നോക്കുമ്പോൾ ITI ആണ്, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ +2 ആണ്. അപ്പോൾ ഇവിടെ 5236 എന്ന് പറയുമ്പോൾ ഏത് ലിസ്റ്റിലാണ് വരിക എന്ന് ചോദിച്ചാൽ, ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണാം 4001 മുതൽ 6000 വരെ. അപ്പോൾ അതിലാണ് 5236 വരിക. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 16-ാം തീയതിയാണ്. അപ്പോൾ അന്നത്തെ ദിവസം 12 PM മുതൽ 1 മണി വരെയാണ് എൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ ടൈം. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അതിൽ ഞാൻ പോയിട്ട് പങ്കെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ റാങ്ക് ഇതിൽ ഏത് ഭാഗത്താണ് വരുന്നത്, നിങ്ങൾ ഏത് ടൈമിലാണ് പോവേണ്ടത്, ഏത് ദിവസമാണ് പോവേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. നോക്കിയ ശേഷം വിദ്യാർത്ഥികൾ അതിനനുസരിച്ച് വേണം ഇതിൽ പങ്കെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്നിലധികം പോളിടെക്നിക് കോളേജുകളിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് പകരം നിങ്ങളുടെ രക്ഷിതാവിനെ ഓതറൈസേഷൻ ലെറ്റർ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇനി ഇതിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അപേക്ഷയിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റുകളും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രോസ്പെക്ടസ് അല്ല ഈ ഒരു കൗൺസിലിംഗ് ഷെഡ്യൂളിൽ കൃത്യമായിട്ട് തന്നെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് ഈ ഒരു ITI അല്ലെങ്കിൽ KGCE അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ VHSC എന്താണ് നിങ്ങളുടെ യോഗ്യത, അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, ഒറിജിനൽ കിട്ടാത്തവർ അതിൻ്റെ പ്രിൻ്റ് എടുത്താൽ മതിയാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതില്ലെങ്കിൽ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് മതി, അതായത് റിസൾട്ടിൻ്റെ പ്രിൻറ്റ് മതി. അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ, TC, അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ജാതി, വരുമാനം എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ പ്രത്യേക കോട്ടയോ റിസർവേഷനോ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ ആധാർ കാർഡ്, അതുപോലെ തന്നെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ സ്ലിപ്പ്. അഡ്മിഷൻ വേളയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളും നിർബന്ധമായി ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വൈകിയെത്തുന്ന അപേക്ഷകരെ പരിശോധനയ്ക്ക് പങ്കെടുക്കാതിരിക്കുന്ന അപേക്ഷരെയും അന്നേ ദിവസം അഡ്മിഷനായി പരിഗണിക്കില്ല. ഫീസ് 18,250 രൂപയാണ്. പ്രസ്തുത ഫീസിൽ 3,850 രൂപ പണമായിട്ടും ബാക്കി പൈസ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിച്ച് വേണം അടക്കുവാനായിട്ട്. മുകളിൽ പറഞ്ഞ ഫീസിന് പുറമെ യൂണിഫോമിൻ്റെ തുകയായി പണമായിട്ട് 2000 രൂപ നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ കൂടുതൽ വിവരങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കുമായി കോൺടാക്ട് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജാതി സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 3 വർഷം, വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 1 വർഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കൃത്യമായിട്ട് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 16-17 തീയതിയിലായിട്ടാണ് ഈ ഒരു കോളേജിൽ, അതായത് കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ കൗൺസിലിംഗ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് 16-ാം തീയതി നിങ്ങൾ യോഗ്യത ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ് യോഗ്യത എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ യോഗ്യത എന്താണോ അതിനനുസരിച്ചുള്ള നിങ്ങൾ എപ്പോഴാണ് ഹാജരാവേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ +2 ആണ് എൻ്റെ യോഗ്യതയെങ്കിൽ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് അതായത് 3586 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് ദിവസമാണ് ഹാജരാവേണ്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ +2 or VHSC എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ 17-ാം തീയതിയിലെ ആ ഒരു ഷെഡ്യൂളിലാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ യോഗ്യത എന്താണ് കണ്ടെത്തി, അതുപോലെ ഏത് ദിവസമാണ് പോവേണ്ടതെന്ന് കണ്ടെത്തി, അതുപോലെ ഏത് ടൈമിങ്ങിലാണ് എൻ്റെ പേര് അവിടെ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു 3556 എന്ന് പറയുമ്പോൾ ഇവിടെ 2001 മുതൽ 4000 വരെയുള്ള റാങ്കുകാർ പോവേണ്ട, അതായത് രാവിലെ 9:45 മുതൽ 10:45 വരെയാണ് എൻ്റെ രജിസ്ട്രേഷൻ ടൈം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്,
നിങ്ങൾ കൗൺസിലിംഗ് നോക്കിയിട്ട് നിങ്ങൾ ഏത് ദിവസമാണ് കൗൺസിലിംഗ് ഉള്ളത്, അപ്പോൾ അതിൽ നിങ്ങൾ ഏത് ടൈമിങ്ങിലാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങളുടെ റാങ്ക് നോക്കിയിട്ട് ഏത് ടൈമിങ്ങിലാണ് എന്നുള്ള കാര്യം നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് നേരത്തെ പോയിട്ട് നിങ്ങളുടെ പേര് നോഡൽ പോളിടെക്നിക് കോളേജിൽ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം. ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളെ നിങ്ങളുടെ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്ന റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ആ ഒരു കൗൺസിലിംഗിൽ പങ്കെടുക്കാനായിട്ട് അവിടെ നിന്ന് വിളിക്കും. അപ്പോൾ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവിധ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റിൽ അവിടെ പങ്കെടുക്കാനായിട്ട് അതായത് അങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളോട് ഇന്ന സീറ്റുകളിലൊക്കെ വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് ഏത് കോഴ്സാണ് എടുക്കാനായിട്ട് താല്പര്യമെന്ന് ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോളേജ് ഏത് കോളേജിലാണ് നിങ്ങൾ ആ ഒരു വേക്കൻസിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ആ ഒരു കോളേജിലെ പ്രിൻസിപ്പാളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ ഫീസും ഒക്കെ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ആ ഒരു കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കൊടുക്കുന്ന SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് എന്നിവയുടെയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് നിങ്ങൾക്ക് ഭാവിയിൽ ആവശ്യമായിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു 5-10 കോപ്പി എടുത്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് പിന്നീട് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ അഡ്മിഷൻ എടുത്ത് പിന്നീട് നിങ്ങളുടെ ക്ലാസ്സും കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഫീസാണ്. ഫീസ് എത്രയാണെന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൗൺസിലിംഗ് ഷെഡ്യൂളിൽ കൃത്യമായിട്ട് ചില കോളേജ് ഫീസ് ഇത്ര പൈസ എടുത്ത് വരണമെന്ന് പറയുന്നുണ്ട്, ചില കോളേജ് പ്രത്യേകിച്ച് ഫീസിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും എത്ര പൈസയാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ PTA ഫണ്ടാണെങ്കിൽ പൈസയായിട്ട് അതായത് ക്യാഷ് ആയിട്ടാണ് കൊടുക്കേണ്ടതായിട്ട് വരിക. ബാക്കി പൈസയൊക്കെ നിങ്ങൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഫീസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഫീസിൻ്റെ കാര്യം ഏകദേശം 18ാമത്തെ പേജിലാണെന്നാണ് തോന്നുന്നത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് പൈസ വരുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ ഏകദേശം ഒരു 18,000 സംതിങ് വരുന്നുണ്ട്. അത് 3,000 സംതിങ് എക്സ്ട്രാ ആയിട്ട് PTA ഫണ്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 15,000 രൂപയ്ക്ക് അടുത്തുള്ള ഫീസാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ബാക്കി 3,000 സംതിങ് നിങ്ങളൊരു അഡ്മിഷൻ അതായത് ഒരു PTA ഫണ്ടായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലാണ് അതുപോലെ തന്നെ ഗവൺമെൻറ് IHRD അതുപോലെ തന്നെ ക്യാപ്പ് കോളേജിലൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 20,000 മുകളിലോട്ട് അതായത് 25,000 രൂപയ്ക്ക് അടുത്തൊക്കെ ആയിട്ട് ഫീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതിനനുസരിച്ച് ഫീസ് അതായത് ഏകദേശം ഒരു 35,000 രൂപയ്ക്ക് അടുത്തൊക്കെ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ UPI ഉപയോഗിച്ചൊക്കെയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതായത് ഓൺലൈനായിട്ട് അതായത് ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കാം. അതുപോലെ അഡ്മിഷൻ ടൈമിൽ തന്നെ ഈ ഒരു ഫീസ് അടക്കേണ്ടതായിട്ട് വരാറുണ്ട്. ചില കോളേജിൽ സാധാരണ പിന്നീട് ഗഡുക്കളായിട്ട് അടക്കാൻ സമ്മതിക്കാറുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു പോളിടെക്നിക്കിൻ്റെ ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ കോൺടാക്റ്റ് എസ് എന്നുള്ളതിൽ കോൺടാക്റ്റ് ഓരോ പോളിടെക്നിക് കോളേജിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്റ്റ് നമ്പർ കിട്ടും. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിക്കുക അഡ്മിഷൻ ടൈമിൽ തന്നെ ഫുൾ പൈസ അടക്കണോ എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.